ാണ് മുടി ഇങ്ങനെ ചീ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചീ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് മുടിയെല്ലാം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ദൈവമേ, പണി പാളിയോ, ബോട്ടോക്സ് ചെയ്യേണ്ടിയിരുന്നില്ലയോ എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പക്ഷേ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് മുടിക്കൊരു വൃത്തി വരുമല്ലോ, ഒന്ന് അടങ്ങി ഒതുങ്ങി കിടക്കുന്ന ഒരു വൃത്തിയുള്ളൊരു മുടിയായിട്ട് തോന്നുമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടോക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മുടി അത്യാവശ്യം കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒത്തിരി മാസങ്ങൾക്ക് മുൻപ് ഇടാൻ വെച്ചിരുന്നൊരു വീഡിയോ ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോർട്സിൽ ഞാൻ വാങ്ങിയ ഒരു ഹെയർ ബ്രഷിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബോട്ടോക്സിൻ്റെ കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബോട്ടോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഹെയർ ഫോൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ ഒക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരു 7-8 മാസം മുൻപാണ്. പിന്നെ ഞാൻ അതങ്ങ് വിട്ടുപോയി അതിനെ പറ്റിയിട്ട് പറയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെയും ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ ഹെയർ കെയർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നിരുന്നു. ഞാൻ വിചാരിക്കാം, ഹെയർ കെയർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്തൊരു ഹെയർ ആണ് എൻ്റെതൊന്ന് പറയാനും വേണ്ടിയിട്ട് അങ്ങനെ അത്ര ഭയങ്കര സംഭവം ഹെയറൊന്നും അല്ല, സാധാരണ ഒരു ഹെയറാണ്. പക്ഷേ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് മുടിക്കൊരു വൃത്തി വരുമല്ലോ, ഒന്ന് അടങ്ങി ഒതുങ്ങി കിടക്കുന്ന ഒരു വൃത്തിയുള്ളൊരു മുടിയായിട്ട് തോന്നുമല്ലോ. അപ്പം ചിലപ്പം തോന്നും എന്തെങ്കിലുമൊക്കെ ഹെയർ കെയർ ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടോക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മുടി അത്യാവശ്യം കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുമായിരുന്നു. ചിലപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ചിക്കൊക്കെ എടുത്തിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മുടിയൊക്കെ ഒന്ന് വൃത്തിയായി നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാനൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴുണ്ടായിരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഹെയറിൽ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാവുന്ന പ്രോഡക്ട്സും, അത് ഒരുപാടൊന്നുമില്ല, 1-2 പ്രോഡക്ട്സും എങ്ങനെയാണ് അത് ഇത്രയും നാൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ്, അതായത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ ഒരാഴ്ച മുൻപെയാണ് ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബോട്ടോക്സ് ചെയ്യാനുണ്ടായ ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഫ്രണ്ട് ബോട്ടോക്സ് ചെയ്തു. അവളുടെ എന്ന് വെച്ചാൽ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. എൻ്റെത് അത്ര കേളി അല്ല, നമ്മുടെ വേവി ഹെയർ എന്ന് പറയുമല്ലോ, അങ്ങനെ വേവി ആയിട്ടുള്ളൊരു ഹെയർ ആയിരുന്നു എൻ്റെത്. അവളുടെ ഭയങ്കര കേളി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ അവൾ ചെയ്തത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ഗോവ ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് അവൾ പോയിട്ട് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അവൾക്ക് തന്നെ തോന്നി, അയ്യോ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് അങ്ങ് ഫേസൊക്കെ മാറുമല്ലോ, നമ്മൾ ഈ നല്ല കേളിയായിട്ട് കിടക്കുന്ന ഹെയർ പെട്ടെന്ന് ബോട്ടോക്സ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പറ്റിപ്പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കത്ര ബോറായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞൊരു ഒന്നരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗോവ പോയത്. അപ്പം ഗോവയിൽ പോകുമ്പോൾ നമ്മൾ ഈ ഗോവൻ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും ആ ഗോവൻ ഡ്രസ്സിൻ്റെ കൂടെ അവൾ ആ ബോട്ടോക്സ് ചെയ്ത ഹെയറൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി കേട്ടോ. പെട്ടെന്നൊരു മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് മേക്ക് ഓവർ അതാണെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത് എന്താ പറയുക, ഈ ബോട്ടോക്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നെയും എനിക്കൊരു ടെൻഷൻ, ഇങ്ങനെ പശു നക്കിയതുപോലെ ആയിപ്പോവോ എന്നൊക്കെ ഉള്ളത്. അന്ന് എനിക്ക് എൻ്റെ മുഖത്ത് ഇത്ര വണ്ണമൊന്നുമില്ല, കുറച്ചും കൂടെയൊക്കെ മെലിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ചെയ്യുമ്പോൾ ഒക്കെ കൂടി ഇങ്ങനെ ഒട്ടിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഓണമൊക്കെ ആയപ്പോഴത്തേക്കും, അപ്പോൾ ഇവളി ബൊട്ടോക്സ് ചെയ്തൊരു 3-4 മന്ത്സ് കഴിഞ്ഞല്ലോ. 3-4 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹെയറൊക്കെ ഇങ്ങനെ ഒന്ന് സെറ്റായി കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, നീ എന്തായാലും എന്തായാലും കുറച്ച് നാളൊന്ന് പറ്റിക്കിടക്കും, പിന്നെ അതങ്ങ് സെറ്റാവും. ഇപ്പം അവളുടെ മുടി തന്നെ കണ്ടില്ലേ, അങ്ങനെ സെറ്റായില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഓക്കെ എന്നാൽ പിന്നെ ചെയ്ത് നോക്കാം. ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല. നമ്മുടെ ജിമ്മിൻ്റെ ഒരു ഓണം പരിപാടി ഉണ്ടായിരുന്നു, അതിൻ്റെ 2 ദിവസം മുന്നേ പോയിട്ടാണ് ബോട്ടോക്സ് ചെയ്തത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഫേസൊക്കെ പെട്ടെന്ന് അങ്ങ് നമ്മുടെ ഫേസല്ലേ ഒന്ന് ഹെയറൊക്കെ ഒന്ന് സെറ്റായി നിൽക്കുമ്പോഴാണല്ലോ നമ്മുടെ ഫേസിനൊരു ഇത് വരിക, ഒരു അച്ചടക്കം വരിക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്ക് പാർലറിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ വീട്ടിലെത്തിയപ്പോൾ എന്നെ ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച എൻ്റെ ഹസ്ബൻഡ്, ഞാനിങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും 30 സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്നും പറയുന്നൊന്നുമില്ല, ഇങ്ങനെ സ്റ്റക്കായൊരു നോട്ടം നോക്കിയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ദൈവമേ പണി പാളിയോ, ബൊട്ടോക്സ് ചെയ്യേണ്ടിയിരുന്നില്ലയോ എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്താ ബോറായിപ്പോയി. ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മുടി ഇങ്ങനെ ഒട്ടിപ്പോവുമല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല സ്റ്റൈലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ മക്കൾ, മോനും മോളും. മോൾക്കാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്താലും നല്ലതാണ്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ മുന്നത്തെ മുടിയായിരുന്നു ഒന്നും കൂടെ നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സങ്കടമായി. എന്നാലും പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, രണ്ടും നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അന്ന് വൈകുന്നേരം ട്യൂഷനുള്ള ദിവസമാണ്.
അപ്പോൾ എൻ്റെ പിള്ളേർ, അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അവരെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണല്ലോ, ഇപ്പോഴത്തെ ന്യൂ ജെൻസി ആണല്ലോ. അപ്പം എങ്ങനെയാണ് പിള്ളേർ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ടീച്ചറാണോ ആരാണെന്നൊന്നും നോക്കുന്നില്ല, ഇവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ഇവർ ഓപ്പണായിട്ട് അങ്ങ് പറയും. അതാണല്ലോ ഇപ്പോഴത്തെ കുട്ടികളുടെ. എനിക്ക് ഇവരുടെ മുന്നിലേക്ക് ഈ മുടി അഴിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോകാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ചെയ്ത് വന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടിക്കിടക്കുവാണല്ലോ. അപ്പം ഞാൻ വന്നു, ക്ലാസ്സിൽ കയറാനുള്ളൊരു ടൈമുമായി. ഞാൻ എന്ത് ചെയ്തു, ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒരു ബാൻഡ് ഇട്ടിട്ട് ക്ലാസ്സിലേക്ക് കയറി. അപ്പോൾ കയറി ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഞാൻ വേഗം നേരെ പോയിട്ട് ബോർഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതായി. പിള്ളേരുടെ മുഖത്തേക്കൊന്നും ഞാൻ ഫേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഇവരിങ്ങനെ മിസ്സിൻ്റെ ഹെയർ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നിയപ്പോഴത്തേക്കും എനിക്ക് ഈശ്വര ഇനി എന്താണ് ഇവർ പറയാൻ പോകുന്നത്, ഇങ്ങനെ ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ മിസ്സ്, അപ്പോൾ അതിനകത്ത് ഒരു കുട്ടി ചോദിച്ചു, മിസ്സ് ഹെയർ ബൊട്ടോക്സ് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വലിയൊരു ഇതൊന്നും കൊടുക്കാണ്ട് ഞാനിങ്ങനെ വേഗം ടോപ്പിക്കിലേക്ക് കിടക്കാനുള്ള ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞ മിസ്സേ അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഇവരെന്നെ ആക്കുന്നതാണോ, പിള്ളേരുടെ കാര്യമാണല്ലോ പറയാൻ പറ്റത്തില്ല, ഇവരെന്നെ ആക്കുന്നതാണോ എന്നൊക്കെ തോന്നി. ഇല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ പിള്ളേരെ നിങ്ങൾ ആക്കല്ലേ, നിങ്ങൾ ബുക്ക് എടുത്തേ വേഗം എന്ന് പറഞ്ഞു. ഇല്ല മിസ്സേ ശരിക്കും സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, മിസ്സിന് നല്ലോണം ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതൽ ഇവരെ കൊണ്ട് പറയിക്കാനുള്ളൊരു ഇട ഉണ്ടാക്കിയില്ല. ഓക്കെ വേഗം ബുക്ക് എടുക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ ബൊട്ടോക്സ് ചെയ്ത് വന്ന എനിക്കുള്ള എന്താ കിട്ടിയ പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അന്ന് എൻ്റെ അമ്മ വീട്ടിലില്ല. അപ്പോൾ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ്റെ അമ്മ വന്നു. ഏട്ടൻ്റെ അമ്മ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് അതത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല വെച്ചാൽ അമ്മ അങ്ങനെ മോശം പറയാം, അങ്ങനെയല്ല. അമ്മ പറഞ്ഞു, നിൻ്റെ നല്ല ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരു മുടിയായിരുന്നില്ലേ, നല്ലതായിരുന്നില്ലേ, എന്തിനാണ് ഇപ്പം നീ ഇതിങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും എനിക്കിങ്ങനെ അമ്മേനോട് എന്താ പറയുക, അമ്മ അങ്ങനെ എന്താ പറയുക ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാണ് കേട്ടോ. പക്ഷേ ഇതിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു വിഷമം തോന്നുമല്ലോ. അപ്പം പിന്നെ ഏട്ടൻ പറഞ്ഞു, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നിങ്ങനെ പറഞ്ഞങ്ങ് ഒഴുക്കിനങ്ങ് വിട്ടു. പക്ഷെ അമ്മ വേറൊന്നും പറഞ്ഞൊന്നുമില്ല. ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന മുടി പെട്ടെന്ന് ഇങ്ങനെ പറ്റിക്കിടക്കുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് എൻ്റെ അമ്മ വന്നത്. എൻ്റെ അമ്മ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മേനോട് പറഞ്ഞു, ഞാൻ അമ്മേനോട് പറഞ്ഞതേ ഇല്ല, ഫോണിൽ കൂടെ പറഞ്ഞിട്ടൊന്നുമില്ല ഇത് ചെയ്തു എന്നുള്ളത്. അപ്പം അമ്മ വന്നപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ കുഴപ്പമില്ല, ഒന്ന് ഒതുങ്ങി കിടക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അമ്മ ഇത് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സമാധാനമായി. അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ വീട്ടുകാരുടെ പ്രതികരണങ്ങൾ ബൊട്ടോക്സ് ചെയ്തതിന് ശേഷമുള്ളത്. പക്ഷേ പിന്നീട് ഒരു 1-2 ആഴ്ചയൊക്കെ ആയപ്പോൾ നമ്മുടെ ഓണമൊക്കെ ആയല്ലോ. അപ്പോൾ ഓണത്തിന് അന്ന് നമ്മൾ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് പൂവൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്ലാസ്സിൻ്റെ സമയം ആയതുകൊണ്ട് ബൊട്ടോക്സ് ചെയ്തെങ്കിൽ പോരുകയാണ് ചെയ്തത്. പിന്നെ പോയിട്ടാണ് ഒന്ന് ലെവലൊക്കെ ആക്കി കട്ട് ചെയ്ത് കുറച്ച് ബാങ്ക്സൊക്കെ കട്ട് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ അഴിച്ചിടുമ്പം ഒരു ബോറ് തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന്. ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്താണ് ഞങ്ങളൊരു ഡൽഹി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹി ട്രിപ്പൊക്കെ പോകുമ്പം ഹെയറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടുമ്പോഴത്തേക്കൊക്കെ എനിക്ക് ഇഷ്ടമായി. കാരണം മുടിയൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കി കിടക്കുന്ന കാണുമ്പോഴേക്കും നമ്മളിടുന്ന ഈ കാഷ്വൽ വെയർസ് മോഡേൺ ഡ്രസ്സസിൻ്റെ കൂടെയൊക്കെ ഈ ഓപ്പൺ ഹെയർ മാച്ച് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണല്ലോ ഇത് ചെയ്തത്. ഇത് ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ സെപ്റ്റംബറായി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5-ാം തീയതിയാണ് ചെയ്തത്. ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ മാസം പോയിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് ബൊട്ടോക്സ് ചെയ്തത്. അതായത് ഇയർ ടു ഇയർ ഇത്രയും ഭാഗം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കാരണം അന്ന് ചെയ്ത ബൊട്ടോക്സ് ഞാൻ അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെ എനിക്കത് ഇത്ര നാളും എനിക്കതിൻ്റെ എന്താ പറയുക ഒരു എഫക്റ്റ് കിട്ടി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു 60 ഹെയർ വാഷാണ് നമ്മളൊരു ബൊട്ടോക്സ് ചെയ്യുമ്പം കിട്ടുന്നുണ്ടാവും. അപ്പോൾ 60 ഹെയർ വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 months കൊണ്ട് അതിൻ്റെ എഫക്റ്റ് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോരുത്തരുടെ ഹെയർ കെയർ വീഡിയോസൊക്കെ കാണുമ്പോൾ അവരൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ല. പക്ഷേ ഹെയർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിയർത്തു സ്വെറ്റായി, ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെയർ സ്വെറ്റായി എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അന്ന് അവർ ഹെയർ വാഷ് ചെയ്യുക. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കുളിക്കില്ല. എന്നുവെച്ചാൽ മേലല്ല കേട്ടോ, തലയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ കുളിക്കില്ല, അങ്ങനെ ഹെയർ ഒത്തിരി അങ്ങനെ. അപ്പം ഞങ്ങൾ പോകുന്ന ഒരു കോസ്മെറ്റോളജിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ സ്കിന്നിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ ഞങ്ങൾ ആ ഡോക്ടറിനെ പോയിട്ട് കണ്ടിട്ടാണ് അതിൻ്റെ സൺസ്ക്രീനും വരെ ഡോക്ടർ എഴുതുന്ന സൺസ്ക്രീനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചോദിച്ചപ്പോഴും ഡോക്ടർ അത് തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹെയർ എത്രയും സ്വെറ്റായെന്ന് തോന്നുന്ന ദിവസം അല്ലെങ്കിൽ ഒരു 2 days കൂടുമ്പം വാഷ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഉള്ളവരുടെ ഹെയർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എപ്പോഴും അവരുടെ ഹെയർ ഭയങ്കര ഫ്രഷും നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പം ഞാൻ ഈ ഹെയർ അപ്പം എന്നോട് ഈ സലൂണിൽ നിന്ന് പറഞ്ഞത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്യരുത്, ഇവരവിടെ നിന്ന് തന്നെ നമ്മളെ ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും തന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നാൾ വരെയും, അതായത് 1 വർഷമായി, ഇത്ര നാൾ വരെയും ഞാൻ എപ്പോഴൊക്കെയാണോ ഹെയർ വാഷ് ചെയ്തിട്ടുള്ളത് ഒറ്റൊരു പ്രാവശ്യം മാത്രം ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഇത് കൊണ്ടുപോകാൻ മറന്നുപോയത് കൊണ്ട് മാത്രം അവിടെ ഒരു പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്തു. അതല്ലാണ്ട് ഞാൻ ഇതുവരെയും അവർ തന്ന ഷാമ്പൂവും കണ്ടീഷണറും തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഏതാണെന്ന് കാണിച്ചു തരാം. ഇതാണ് കേര കെയറിൻ്റെ ആണ് പിന്നെ ഷാമ്പു ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് അവർ തരുന്ന ഹെയർ പാക്ക്. ആക്ച്വലി ഇതൊരു പാക്കാണ്, ഞാനിത് കണ്ടീഷണറാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇതൊരു ഹെയർ പാക്കാണ്. അപ്പം ഈ ഷാമ്പു ഇട്ടിട്ട് ഹെയർ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ പാക്ക് നമ്മളൊരു തലയിൽ, അതായത് നമുക്കറിയാമല്ലോ നമ്മൾ കണ്ടീഷണർ തേക്കുന്ന പോലെ തന്നെ മുടിയിൽ, ഈ ഷാമ്പു നമ്മൾ സ്കാൽപ്പിലൊക്കെ തേക്കാം, അതല്ലാണ്ട് ഈ പാക്ക് നമ്മുടെ മുടിയിൽ മാത്രം തേച്ചിട്ട്, എന്നാൽ പുറത്തൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇങ്ങനെ തേക്കാറുണ്ട്, മുടിയിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ആ സമയത്ത് ഞാൻ ബാത്റൂമൊക്കെ കഴുകുക, പിന്നെ അല്ലെങ്കിൽ വാഷ് ബേസിൻ കഴുകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ബാത്റൂമിനുള്ളിൽ ചെയ്യുന്നത് ആ സമയത്താണ് ഈ പാക്ക് ഇങ്ങനെ തലയിൽ തേച്ചിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ഭയങ്കര എന്താ പറയുക, ഞാനിപ്പോൾ ഇന്നിപ്പം ഞാൻ 2 ഡേയ്സിന് ശേഷം ഇന്ന് ഹെയർ വാഷ് ചെയ്തത്, ഇന്നിപ്പോൾ എനിക്കിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു സ്മൂത്ത് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കോസ്റ്റ് ഉണ്ട്, രണ്ടും കൂടെ 2000 ആണ് റേഞ്ച് വരുന്നത്. സോറി, കണ്ണട ഇല്ലാത്തത് കൊണ്ട് വില കാണുന്നില്ല, വയസ്സായല്ലോ. ഇത് 1100 രൂപയാണ് കേട്ടോ ഇതിൻ്റെത്. പക്ഷേ ഉണ്ടല്ലോ, ഇത് ഞാൻ 1 വർഷത്തിനിടയിൽ ഇത് 2ാമത്തെ ബോട്ടിലേ ഉള്ളൂ ഞാൻ വാങ്ങിയത്. അപ്പം നിങ്ങൾ വിചാരിക്കാൻ ഞാൻ തീരെ കുളിക്കുന്നില്ലയോ എന്ന്, അങ്ങനെയല്ല കേട്ടോ. കാരണം ഇതിൻ്റെ കുറച്ചെടുത്താൽ തന്നെ നമുക്ക് നല്ലോണം ഫുൾ ഹെയർ, എൻ്റെ ഫുൾ ഹെയറിൽ ഒരു ഇത്ര എടുത്താൽ തന്നെ എൻ്റെ ഫുൾ ഹെയറിൽ എനിക്കിത് കിട്ടുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഞാൻ 2ാമത്തെ ബോട്ടിലാണ്, പക്ഷേ ഇതിപ്പോൾ നല്ലോണം ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് തീരാനായി. ഇത് എൻ്റെ മോനും ഞാൻ അറിയാണ്ട് അവനെടുത്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. പക്ഷേ ഇത് 2ാമത്തെ ബോട്ടിൽ ഇപ്പോഴും ഇതിനകത്ത് ഉണ്ട്, സംഭവമുണ്ട്. ഇതും നിയർലി ഒരു 1200 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ രണ്ടും കൂടി 2100. പക്ഷേ 1 വർഷത്തിനിടയിൽ ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയും ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഇതുപോലെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബോട്ടോക്സ് നല്ലോണം, അവർ പറഞ്ഞ 60 ഹെയർ വാഷിനെക്കാട്ടിലും എനിക്ക് എത്രയോ ലാസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു 3 മന്ത്സ് ബാക്ക് ഞാൻ അതേ സലൂണിൽ തന്നെ, ഇവിടെ കാലിക്കട്ടാണ്, അപ് ടൗൺ എന്ന് പറഞ്ഞ സലൂണിലാണ് ഞാൻ ഇത് ചെയ്തത്, ബോട്ടോക്സ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെയാണ് പിന്നെയും പോകാറുള്ളത് ഹെയറിൻ്റെ കാര്യത്തിനൊക്കെ. അപ്പം ഞാൻ ബോട്ടോക്സ് ചെയ്യാനായോ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അന്ന് എനിക്കിങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്തൊന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്കും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇതെനിക്ക് ചെയ്ത് തന്ന നിഖിൽ എന്ന് പറഞ്ഞ ഒരാളാണ്. നിഖിൽ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബോട്ടോക്സ് ചെയ്യാനായിട്ടില്ല, ഇങ്ങനെ ഹെയർ വാഷൊക്കെ ചെയ്തൊന്ന് ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബോട്ടോക്സ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ അടുത്തായപ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് ഇവിടെ നിന്നാണല്ലോ ഹെയർ പുതുതായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കേളിയായിട്ട് നമ്മളിങ്ങനെ പോണിറ്റെയിലൊക്കെ കിട്ടുമ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ നിന്നിട്ട് ബാക്കി താഴേക്കുള്ള ഹെയറിനൊന്നും വലിയ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ ആക്ച്വലി ഫുൾ ഹെയർ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അപ്പോഴും നിഖിൽ എന്നോട് പറഞ്ഞു ഫുൾ ഹെയർ ചെയ്യേണ്ട, ഇത്രയും ഭാഗത്ത് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ, അത് ഇയർ ടു ഇയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത്രയും മാത്രമേ ഞാൻ ഇപ്പോൾ, അതായത് നമ്മുടെ ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നേ ചെയ്തതിന് ശേഷം ഇപ്രാവശ്യം ഓഗസ്റ്റ് ലാസ്റ്റ്, എനിക്കൊന്ന് 24 അങ്ങനെ എന്തോ ആണ്, സോറി അതെ അല്ല സെപ്റ്റംബർ 24 ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 വർഷം കഴിഞ്ഞിട്ട്. പിന്നെ എന്നോട് പറയുക സീറം യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് പോലെ തോന്നുമ്പം യൂസ് ചെയ്യാനുള്ളൊരു സീറം, അതും അവിടെ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സീറം, പ്യുവർ ആർഗൻ ഓയിലാണ്. ഇതും അത്യാവശ്യം നല്ലതാണ്. പക്ഷേ ഞാൻ ഈ സീറം ഒന്നും എപ്പോഴും ഉപയോഗിക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാനുള്ള മടി കൊണ്ട് തന്നെയാണ്. പിന്നെ ഇന്നിപ്പം ഞാൻ ഇങ്ങടേക്ക് വരുമ്പോൾ അപ്പോൾ സീറം ഞാൻ യൂസ് ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കഴിയുമ്പം കുഞ്ഞു ബേബി ഹെയർസൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമ്പോൾ മാത്രം ഒരു ഡ്രോപ്പേ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു ഡ്രോപ്പ് എടുക്കുക. ഒരു ഡ്രോപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിലേക്ക് ആവരുത്, ഈ ഹെയറിൻ്റെ പുറത്ത് മാത്രം ഒന്നിങ്ങനെ പുരട്ടി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ കയ്യിൽ ഇതാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഹെയറിൻ്റെ പുറത്ത് മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് എത്രയാണെന്നറിയാമോ, കുറേ ആയി, 1 വർഷം. അന്ന് ഞാൻ ചെയ്ത സമയത്ത് വാങ്ങിയതാണ്, അല്ല അതിനുശേഷം ഞാൻ ഒരു ഹെയർ കട്ടിന് പോയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് വാങ്ങിയതാണിത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ എൻ്റെ ഹെയറിൽ എപ്പോഴും ഈ ഇതെടുക്കുമ്പോഴുണ്ടല്ലോ, ചിക്കെടുക്കുക, നമ്മളങ്ങനെ പറയാം, ചിക്കെടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ട്രാൻഡർ സൈഡിലേക്ക് പറയും ഉടക്കെടുക്കുക എന്നാണ് പറയുക.
പറയുക. അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് ഈ നല്ലോണം പല്ല് അകന്നിട്ടുള്ള ചീപ്പുണ്ടല്ലോ, ആ ചീപ്പാണ് യൂസ് ചെയ്യാറുള്ളത്. പല്ല് അടുപ്പിച്ചിട്ടുള്ള ചീപ്പ് വെച്ചിട്ട് ഞാൻ ചിക്കെടുക്കാറില്ല. നല്ലോണം അകന്ന പല്ല് വെച്ചിട്ടാണ് ചിക്കെടുക്കാറുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഈ ബ്രഷ് വെച്ചിട്ടാണ് മുടി ഇങ്ങനെ ചീകി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചീകി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് മുടിയെല്ലാം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നല്ലൊരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഹെയറിൽ ചെയ്യാറുള്ളത്. അല്ലാണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് തലയിലൊന്നും ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്, രാത്രി കിടക്കുമ്പം മുടിയെല്ലാം കൂടി ഇങ്ങനെ മുന്നോട്ടിട്ടിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കൊണ്ട കെട്ടിയിട്ടാണ് കിടക്കുക. അത് ശരിക്കും പറഞ്ഞാൽ പണ്ടുണ്ടല്ലോ, എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ് മാമി കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മാമി എന്ന് രാത്രി നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വന്ന് നിൽക്കുമ്പോൾ മാമി ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് എല്ലാവരും വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ സ്വാമിനിനെ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 8th സ്റ്റാൻഡേർഡിലെങ്ങാനും പഠിക്കുമ്പോഴാണ്. പക്ഷേ ഈ എൻ്റെ ജിമ്മിലുള്ള ഇങ്ങനെ ഒരു സലൂൺ നടത്തുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഹെയർ കുറച്ച് ഹെൽത്തി ആവണമെങ്കിൽ ഇപ്പം നമുക്ക് പിറ്റേ ദിവസം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട്, നമ്മുടെ ഹെയർ കുറച്ച് ഇങ്ങനെ വോളിയം നിൽക്കണമെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇവിടെ കെട്ടി വെച്ചിട്ട് കിടന്നു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അങ്ങനെ ശീലമായി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പിന്നെ രാത്രി അങ്ങനെ കെട്ടാനേ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ കിടക്കുമ്പോഴും നല്ല സുഖമുണ്ട്. നമ്മുടെ ഇവിടെ ഒന്നും നമുക്ക് തടയുന്നില്ലല്ലോ, ഇവിടെ കൊണ്ട് കെട്ടി വെക്കുമ്പോൾ ഭയങ്കര. അപ്പോൾ മുടി ഇങ്ങനെ മുന്നിലോട്ട് ഇട്ടിട്ട് ഞാൻ നല്ലോണം ചീകും. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് നല്ല ഈ സാറ്റിൻ ബാൻഡ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ലൊരു കംഫർട്ടബിളായിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാനും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ബോട്ടോക്സ് ഇത്രയും നാൾ നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു സലൂണിൽ തന്നെ പോയിട്ട് ബോട്ടോക്സ് ചെയ്യുക. നമ്മൾ പൈസ നോക്കരുത്. ബോട്ടോക്സ് ചെയ്യണം, നല്ല രീതിയിൽ അത് ലാസ്റ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർ പൈസ നോക്കരുത്. കാരണം എൻ്റെ വേറൊരു ഫ്രണ്ട് ഇതുപോലെ കുറച്ചൊരു റേറ്റ് കുറഞ്ഞിട്ട് എവിടെ നിന്നോ പോയി ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് ആ ബോട്ടോക്സിൻ്റെ എഫക്റ്റൊക്കെ പോയി. ഭയങ്കര സങ്കടത്തിലായിപ്പോയി അന്നും. പക്ഷേ 4,000 അങ്ങോട്ട് പേ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ വോളിയം അനുസരിച്ചാണല്ലോ അവർ പേയ്മെൻറ്റ് വരെ. എനിക്ക് 9,000 ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് അന്ന് കേട്ടോ, ഒരു വർഷം മുൻപ്. ഇപ്പം ഞാൻ ഇയർ ടു ഇയർ മാത്രം ചെയ്തതുകൊണ്ട് എനിക്ക് 4,000 ആയിട്ടേ ഉള്ളൂ. അപ്പം പക്ഷേ നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ പൈസയ്ക്കൊക്കെ ഹെയറിനിങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, നമ്മളാരും നിർബന്ധിക്കേണ്ട. അപ്പോൾ എനിക്ക് ഇത് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പം അതിന് മുന്നേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ബോട്ടോക്സ് ചെയ്യുന്ന അതാണ് എല്ലാവരും പറയുക. വൺസ് ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കെരാറ്റിനാണെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്, പക്ഷേ എല്ലാവരും പറയും കെരാറ്റിനേക്കാട്ടിലും നല്ലത് ബോട്ടോക്സ് ആണെന്നാണ് പറയുക കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ അടുത്ത് അങ്ങനെയാണ് സലോണിൽ നിന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഇങ്ങനെ അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ തോന്നും. മുടി ഒന്നിങ്ങനെ റഫാകുമ്പോഴേക്കോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ആകുമ്പോഴത്തേക്കോ ഒക്കെ അതങ്ങനെ നമുക്കങ്ങനെ ചെയ്യാൻ തോന്നും. പിന്നെ ഞാൻ ഈ അടുത്ത് എൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ സലൂണിൽ പോയിട്ട് ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല കേട്ടോ, ബോട്ടോക്സ് ഒക്കെ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഹെയർ സ്പാ ചെയ്തപ്പം അവിടെ നിന്ന് എനിക്ക് ചെയ്ത ആൻറ്റി ഡാൻഡ്രഫ് ഹെയർ സ്പായാണ്. അവിടെ നിന്ന് തന്നതാണ് ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ എന്ന് പറയുന്നത്. ഇത് വെറ്റ് ഹെയറിൽ ഇതിൻ്റെ ക്യാപ്പിങ്ങനെ തുറന്നിട്ട് ഈ നമ്മുടെ ഡയറക്റ്റായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യുക. അയ്യോ തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഈ മുടി ഇങ്ങനെ എടുത്തിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ഞാനിത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അന്ന് അവർ അവിടെ നിന്ന് യൂസ് ചെയ്ത് തന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ യൂസ് ചെയ്തു. ദൈവം സഹായിച്ച് ഇപ്പം തലയിൽ ഡാൻഡ്രഫൊന്നും ഇല്ല. പക്ഷേ ഇത് തേച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫിനൊക്കെ നല്ല മാറ്റം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തേക്കുമ്പോൾ ചെറിയൊരു നീറ്റലുണ്ടാവും. പക്ഷേ അത് കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് ആ നീറ്റിലൊക്കെ അങ്ങ് പോകും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ഹെയർ ഫോളിൻ്റെ കാര്യം, ഹെയർ ഫോൾ എനിക്ക് അങ്ങനെ ഫസ്റ്റ് ടൈം ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1-2 മാസത്തോളം നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം അത്രയും ഇങ്ങനെ കരിച്ചെടുക്കുവാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പ്രശ്നമായി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങനെ ഹെയർ ഫോളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴാണെങ്കിലും ഇയർ ടു ഇയർ ചെയ്തതിന് ശേഷം ഹെയർ ഫോളൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എഗ്ഗും പിന്നെ ചിക്കനും അങ്ങനെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻ കഴിച്ചാൽ തന്നെ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലതാട്ടോ. നമ്മുടെ സ്കിന്നിനും ഹെയറിനും വെള്ളവും പ്രോട്ടീനും നന്നായി കഴിക്കാം. വേറെ ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മൾട്ടിവൈറ്റമിനൊക്കെ കഴിക്കാം. അതൊക്കെ ഡോക്ടേഴ്സൊക്കെ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കണ്ടും കേട്ടും ഒന്നും എടുത്ത് കഴിക്കാണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് എന്നോട് ചോദിച്ചവർ ഈ വീഡിയോ കാണുമോ എന്ന് തന്നെ എനിക്കറിയില്ല. എന്നാലും ബോട്ടോക്സ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിലും ഒന്നും നോക്കണ്ട, നമ്മുടെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. നമുക്ക് എന്താണോ ആഗ്രഹം, എന്താണോ ചെയ്യാൻ ഇഷ്ടം, അതങ്ങോട്ട് ചെയ്യുക. ചിലപ്പം കുറേ പേര് കുറ്റം പറയുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ പേര് ഇഷ്ടക്കേട് പറയുമായിരിക്കും. പക്ഷെ നമുക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആരുടെയും കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അപ്പം ധൈര്യമായിട്ട് പോയി ചെയ്തോളൂ. നല്ല സ്ഥലത്ത് നിന്ന് ചെയ്യുക,
നമ്മൾ പൈസ നോക്കരുത്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പൈസ നോക്കരുത്. പിന്നെ ഹെയർ കെയർ നന്നായി ചെയ്യുക. ബോട്ടോക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഡെയിലി പോയിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അധികം നാളൊന്നും നിൽക്കത്തില്ല, അത് വേഗം പോയി പോകും. അപ്പോൾ എന്താണോ സലൂണിൽ തരുന്ന നമുക്ക് തരുന്ന അഡ്വൈസസ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എനിക്കറിയുന്ന പോലെ, ഞാൻ ഭയങ്കര സംഭവം ആളൊന്നുമല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.